സ്റ്റുഡൻസ്, ഈ സ്റ്റഡിയുടെ പുതിയൊരു വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +1 അക്കൗണ്ട്സിലെ സെക്കൻഡ് ചാപ്റ്റർ ആയിട്ടുള്ള തിയറി ബേസ് ഓഫ് അക്കൗണ്ടിങ് എന്നുള്ളതിൽ വരുന്ന അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എന്നുള്ള ടോപ്പിക്കാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ നമുക്ക് എന്താണ് ഈ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്, അതുപോലെ തന്നെ IFRS എന്ന് നോക്കാം. ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്ത് പ്രസൻറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ യൂണിഫോമിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന കോമൺ സെറ്റ് ഓഫ് പ്രിൻസിപ്പിൾസ്, അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ്സ് ആൻഡ് പ്രൊസീജിയേഴ്സ് ആണ് ഈ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് യൂസ് ചെയ്യുന്നതിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്താണെന്ന് വെച്ചാൽ അക്കൗണ്ടിങ്ങിൽ കൺസിസ്റ്റൻസി അതുപോലെ തന്നെ യൂണിഫോമിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനാണ്. ഈ ഗ്യാപ്പിന്, അതായത് ജനറലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ നമ്മൾ പഠിച്ചിരുന്നു അല്ലേ, അതിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. നാഷണൽ ഗ്യാപ്പ് അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ ഗ്യാപ്പിന് ഒരു സിംഗിൾ കൺട്രി മാത്രം യൂസ് ചെയ്യുന്ന അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ആണ് നാഷണൽ ഗ്യാപ്പ് എന്ന് പറയുന്നത്. ഇത് ബാക്കിയുള്ള കൺട്രികളൊന്നും ആ ഒരു മെത്തേഡ് യൂസ് ചെയ്യുന്നുണ്ടാവില്ല. എന്നാൽ ഇൻ്റർനാഷണൽ ഗ്യാപ്പ് എന്ന് വെച്ചാൽ ഫോളോഡ് ബൈ മോർ ദാൻ വൺ കൺട്രി, ഒന്നിൽ കൂടുതൽ കൺട്രീസ് സെയിം ആയിട്ട് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് ഇൻ്റർനാഷണൽ ഗ്യാപ്പ് എന്ന് പറയുന്നത്. ഈ നാഷണൽ ഗ്യാപ്പിന് എക്സാമ്പിളായിട്ട് നമ്മൾ ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എടുക്കാം. ഓക്കെ, ഇൻ്റർനാഷണൽ ഗ്യാപ്പിന് എക്സാമ്പിളാണ് IFRS, ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്. എന്താണ് ഈ ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് എന്ന് വെച്ചാൽ ആർ ദി അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഫോളോഡ് ഇൻ ഇന്ത്യ, ഇന്ത്യയിൽ മാത്രം ഫോളോ ചെയ്യുന്ന അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിനെയാണ് ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത്. നോർമലി ഇപ്പോൾ ഇന്ത്യ ഫോളോ ചെയ്യുന്നത് IFRS കൺവേർജ്ഡ് സ്റ്റാൻഡേർഡ്സ് ആണ്. അതെന്ന് വെച്ചാൽ IFRS കൂടി ചേർന്നിട്ടുള്ളൊരു രീതിയിലുള്ള അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡാണ് ഇന്ത്യ ഇപ്പോൾ ഫോളോ ചെയ്യുന്നത്. നിലവിലുള്ള ഈ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ബോർഡാണ്, ASB. ഈ ASB ഈ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഇഷ്യൂ ചെയ്യുന്നത് ICAIൻ്റെ സൂപ്പർവിഷൻ്റെ അണ്ടറിലാണ് കേട്ടോ. അപ്പോൾ ICAI മീൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ്. അതുപോലെ തന്നെ ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിൻ്റെ പേരുകളും നമ്പറും IFRSുമായിട്ട് സിമിലർ വേയിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ എന്താണ് ഈ ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എന്ന് നോക്കി. ഇനി എന്താണ് ഈ IFRS? ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ആണ് IFRS. ഇൻ്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എന്നുള്ള പേരിലായിരുന്നു ആദ്യം IFRS അറിയപ്പെട്ടിരുന്നത്. ഈ IAS ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് IASC എന്ന് പറയുന്ന ഒരു കമ്മിറ്റിയാണ്, ഇൻ്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് കമ്മിറ്റിയാണ് ആദ്യമായിട്ട് IAS ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. പിന്നീട് ഈ IAS റീകൺസ്ട്രക്ട് ചെയ്യപ്പെട്ടു, 2001 റീകൺസ്ട്രക്ട് ചെയ്യപ്പെട്ടു. എന്നിട്ടാണ് ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സ് എന്നുള്ള സ്റ്റാൻഡേർഡ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് കേട്ടോ. ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് IASB എന്ന് പറയുന്ന ഓർഗനൈസേഷനാണ്, ഇൻ്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ബോർഡാണ് ഇതാദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്, IFRS ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ബെനിഫിറ്റ് ഓഫ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിൻ്റെ ഫസ്റ്റ് ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിൽ വരുന്ന കുറേ വേരിയേഷൻസ് നമുക്ക് ഒഴിവാക്കാൻ കഴിയും. സെക്കൻഡ് വൺ എന്താണെന്ന് വെച്ചാൽ ഫുൾ ഡിസ്ക്ലോഷർ, അതായത് വേണ്ട ഡാറ്റാസൊക്കെ നമുക്ക് ഡിസ്ക്ലോസ് ചെയ്യപ്പെടുന്നുണ്ട്. മൂന്നാമത്തെ ബെനിഫിറ്റ് കമ്പാരബിലിറ്റി, അതായത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് വേറൊരു ഓർഗനൈസേഷൻ വെച്ചിട്ടും കമ്പയർ ചെയ്യാം, അതുപോലെ തന്നെ നമ്മളുടെ ഓർഗനൈസേഷൻ വെച്ചിട്ടും കമ്പയർ ചെയ്യാം. അപ്പോൾ ഈ ഒരു ഏരിയയിൽ നിന്ന് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരാൻ ചാൻസ്, നിങ്ങൾക്കൊരു അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിൻ്റെ പേര് തരും, അതിൻ്റെ നമ്പർ എഴുതുക, അങ്ങനത്തെ രീതിയിലായിരിക്കും ക്വസ്റ്റ്യൻ വരിക. അപ്പോൾ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡും അതിൻ്റെ നമ്പേഴ്സും നിങ്ങൾ അറിയാൻ ശ്രമിക്കുക. ഓക്കെ, സോ ഇവിടെ നിങ്ങൾക്കൊരു ടാബിൾ തന്നിട്ടുണ്ട്, അതിൽ ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡും ഉണ്ട്, അതുപോലെ തന്നെ IFRS ഇൻ്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡും തന്നിട്ടുണ്ട്. ഓക്കെ, ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഫസ്റ്റ് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് പ്രസൻറ്റേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്, സെക്കൻഡ് വൺ ഇൻവെൻട്രീസ്, സെവൻത്ത് വൺ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്, എയ്ത്ത് വൺ അക്കൗണ്ടിങ് പോളിസീസ് ചേഞ്ചസ് ഇൻ അക്കൗണ്ടിങ് എസ്റ്റിമേറ്റ്സ് ആൻഡ് ഇറേഴ്സ്, 10th one events after the balance sheet date, 11th one construction contract, 12th one income tax, 16th one property plant and equipment, 17 lease, 18 revenue, 19 employee benefit, 20 accounting for government grants and disclosure of government assistance, 21 the effect of change in foreign exchange rate, 23 borrowing cost, 24 related party disclosure, 27 consolidated and separate financial statement, 28 investment in associate,
29. Financial reporting in hyperinflationary economics. 31. Interest in joint ventures. And 32. Financial instruments presentation. 33. Earning per share. 34. Interim financial reporting. 36. Impairment of asset. 37. Provisions, contingent liabilities and contingent asset. 38. Intangible asset. 39. Financial instruments recognition and measurement. 40. Investment property. 101. First time adaptation of international financial reporting standards. 102. Share based payments. 103. Business combination. 104. Insurance contracts. 105. Non current asset held for sale and discontinued operation. 106. Exploration for and evaluation of mineral resources. 107. Financial instrument disclosure. 108. Operating segment. അപ്പോൾ ഇതൊക്കെയാണ് ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ്. ഇതിൻ്റെ മറ്റ് സൈഡിലുള്ളതാണ് ഇൻ്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ്. അത് നിങ്ങൾ വായിച്ച് മനസ്സിലാക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ ഇന്നത്തെ ടോപ്പിക്. നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സുകൾക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ വരുന്ന ക്ലാസ്സുകളിൽ നമ്മൾ അക്കൗണ്ടൻസിൻ്റെ പുതിയ ടോപ്പിക്കുകൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. Thank you so much for watching.